ആയിട്ടുള്ള സെലിബ്രിറ്റീസിന്റെ ലൈഫിന് ഒരു കാട്ടിക്കൂട്ടൽ മാത്രമാണ്, പിന്നിലെല്ലാം ഇങ്ങനെയുള്ള കഥകളാണോ നടക്കുന്നത്, വിശ്വസിക്കാൻ കഴിയുമോ? ഇത്രയും മോശമായ രീതിയിലാണെങ്കിൽ പ്രൊപ്പഗാൻഡ, അജണ്ട, ഇതായ പരിമിതികളും പോരായ്മകളും എന്തായാലും മാരേജിൽ അവസാന വാക്ക് തന്നെയാണ്. ചുമ്മാ ഒരു ടൈം പാസ് ഒക്കെ എനിക്ക് കുറച്ച് റിലേഷൻഷിപ്പ് വേണം, അതിന് വേണ്ടിയിട്ട് ഒരു മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പിനെ എൻജോയ് ചെയ്യുന്നവർ അതുവഴിയിൽ നമ്മുടെ വേറെ പ്ലഷേഴ്സിന് വേണ്ടിയിട്ട് ഒരു പാർട്ട്ണർ മാത്രമായിട്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ളത് പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ എക്സ്പീരിയൻസസ് നിന്ന് ഒന്ന് ഷെയർ ചെയ്യാം. So everyone, welcome back to another topic discussions. അപ്പോൾ ഈ ടോപ്പിക്കും എനിക്ക് ചെയ്യാൻ ഒട്ടും താല്പര്യമുള്ള ഒരു ടോപ്പിക്കുമല്ല, ചെയ്യാൻ ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നുമില്ല. പക്ഷേ ഒരുപാട് ഡിസ്കഷൻസ് ആൻഡ് ഒരുപാട് മെസ്സേജസ് എസ്പെഷ്യലി യങ്സ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്നുള്ള ഒരുപാട് ഡിസ്കഷൻസ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര തോന്നി എന്തായാലും ഈ ടോപ്പിക് ചെയ്യണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ടോപ്പിക് ചെയ്യുന്നത്. കാരണം ഒരുപാട് യങ്സ്റ്റേഴ്സ് മാരേജ് എന്ന ഇൻസ്റ്റിറ്റ്യൂഷനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതായിട്ട് കണ്ടു. ആൻഡ് അവരുടെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള സെലിബ്രിറ്റീസിൻ്റെ ലൈഫിനെ ഒരുപാട് അതിനെക്കുറിച്ച് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നതായിട്ട് കണ്ടു. അപ്പോൾ ഇതെല്ലാം ഒരു ഫസാഡ് എന്ന് പറയും, വെറും ഒരു കാട്ടിക്കൂട്ടൽ മാത്രമാണോ? ഇത്രയും ലോങ് മാരേജസ് എന്ന് പറയുന്നത് വെറും ഒരു അഭിനയങ്ങൾ മാത്രമാണോ? അപ്പൊ അതിന്റെ പിന്നിലെല്ലാം ഇങ്ങനെയുള്ള കഥകളാണോ നടക്കുന്നത്? മാരേജ് എന്നുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് നമ്മൾക്ക് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയുമോ? കാരണം നമ്മൾ ലുക്ക് ഫോർവേഡ് ടു ചെയ്തിരുന്ന, നമ്മൾ ഒരുപാട് റെസ്പെക്ട് ചെയ്തിരുന്ന പേഴ്സണാലിറ്റീസിന്റെ പേഴ്സണൽ ലൈഫ് പോലും ഇത്രയും മോശമായ രീതിയിലാണെങ്കിൽ പിന്നെ ഇങ്ങനൊരു ഇങ്ങനൊരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ മീനിങ് എന്താണ്? അതിൽ നമ്മൾ ലുക്ക് ഫോർവേഡ് ടു ചെയ്യേണ്ട ഒരു ആവശ്യവും ഇല്ല. മാരേജ് ഒരിക്കലും ചെയ്യാൻ ഇറ്റ്സ് അങ്ങനെ നിങ്ങൾ ഓൾഡ് ജനറേഷൻ പറഞ്ഞിരുന്നു നമ്മൾ ഡിസിപ്ലിൻഡ് ആയിരിക്കണം, നമ്മൾ കോളേജിൽ പോയി പഠിച്ചു നമുക്കൊരു കരിയർ ഉണ്ടാക്കണം. അപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞതിന് ഒരു അർത്ഥവും ഇല്ലല്ലോ. കാരണം നമ്മൾ ചുറ്റും കാണുന്ന എക്സ്പീരിയൻസസിൽ നിന്ന് ഇതിനൊന്നും ഒരു അർത്ഥവും ഇല്ല. ഇറ്റ്സ് ലൈക്ക് വെറും ഒരു ഷോ മാത്രമായിട്ടാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് എന്നൊക്കെ ഒരുപാട് യങ്സ്റ്റേഴ്സ് ഒരുപാട് ചർച്ചകളിൽ പറയുന്നതായിട്ട് ഞാൻ കണ്ടു. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാനിത് എപ്പോഴും ഒരുപാട് വീഡിയോസിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്വന്തമായിട്ടൊരു ഡിസിഷൻ മേക്കിംഗ് ചെയ്യാനും അതിനെ എക്സിക്യൂട്ട് ചെയ്യാനും സ്വന്തമായ ലൈഫിനെ നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നതുമാണ് ആക്ച്വൽ ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത്. അല്ലാതെ മറ്റൊരു ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള വ്യക്തി ചെയ്യുന്ന കാര്യങ്ങളെ കോപ്പി ചെയ്യുക, അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ, പ്രൊപ്പഗാൻഡ, അജണ്ട, അങ്ങനെയുള്ള ഇൻഫ്ലുവൻസിൽ വീണ് നമ്മുടെ സ്വന്തം ലൈഫിനെ സ്പോയിൽ ചെയ്യുക, അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് നമ്മുടെ ലൈഫിൽ തീരുമാനങ്ങൾ എടുക്കുക, അത് ഒരിക്കലും നല്ലൊരു ഒരു ലൈഫിനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരിക്കലും സഹായിക്കില്ല. അതുകൊണ്ട് ഒരു ലൈഫിന്റെ സക്സസ് അല്ലെങ്കിൽ ഒരാളുടെ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഇൻഡിവിജ്വലി ഡിസിഷൻസ് എടുക്കാനും അതിനെ പ്രോപ്പറായി എക്സിക്യൂട്ട് ചെയ്യാനും അതിനെ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു റിസൾട്ടിലേക്ക് കൊണ്ടെത്തിക്കാനും കഴിയുക എന്നുള്ളതാണ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു സൊസൈറ്റിയുടെ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിന്റെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ അതാണ് അടിത്തറ. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ മറ്റുള്ളവരുടെ ജീവിതമോ മറ്റുള്ളവരുടെ ഡിസിഷൻ മേക്കിങ്ങോ മറ്റുള്ളവരുടെ റിലേഷൻഷിപ്പിലെ റോങ് ഡിസിഷൻ മേക്കിങ്ങോ ഒന്നും ഫസ്റ്റ് ഓഫ് ഓൾ ഇൻഫ്ലുവൻസ് ആകാതെ ഇരിക്കുക. നിങ്ങളെ കുറിച്ച് തന്നെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഡെവലപ്പ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് എന്ത് വേണം നിങ്ങളുടെ ലൈഫിൽ എന്നുള്ള ഒരു കൃത്യമായ ഒരു അണ്ടർസ്റ്റാൻഡിങ്, അതിനെ എങ്ങനെ അച്ചീവ് ചെയ്യാം, അതിനുള്ള പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഫേസ് ചെയ്യാം എന്നൊക്കെയുള്ള രീതിയിൽ നിങ്ങളെ തന്നെ ഡെവലപ്പ് ചെയ്തെടുക്കുക. അതാണ് ഒരു ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത് ഓഫ് എൻ ഇൻഡിവിജ്വൽ എന്നുള്ളതിൽ നിന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇവിടെ ഞാൻ ഡിസ്കസ് ചെയ്യുന്ന പോയിന്റ്സ് എൻ്റെ മാത്രം ഐഡിയാസ് ആൻഡ് സജഷൻസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു പക്ഷേ ഇതുമായി യോജിക്കാൻ കഴിയുമായിരിക്കാം, ഇല്ലെങ്കിൽ പറ്റില്ലായിരിക്കാം. എന്ത് തന്നെ ആയാലും നിങ്ങൾ നിങ്ങളുടെ സജഷൻസും ഐഡിയാസും വ്യൂസും ഇവിടെ ഷെയർ ചെയ്യുക. എന്നാൽ മാത്രമാണ് നമുക്കൊരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. ഓക്കെ, ഇതൊരു റിസർച്ച് ഒന്നും ചെയ്യാത്തുള്ള ഒരു ഡിസ്കഷനാണ്. അപ്പൊ അതിൻ്റെതായ പരിമിതികളും പോരായ്മകളും എന്തായാലും ഉണ്ടാകുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ മാരേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് ഓൾറെഡി പ്രീവിയസ് വീഡിയോസിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾ മാരേജിലേക്ക് കടക്കുമ്പോൾ എപ്പോഴും ചിന്തിക്കേണ്ടത് അത് അവസാന വാക്ക് തന്നെയാണ്. അതിപ്പോ സ്ത്രീ ആയാലും പുരുഷനായാലും. ഓക്കെ, അപ്പോൾ അത് എന്തുകൊണ്ടാണ് അത് ഞാൻ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു മാരേജ് എന്നൊരു ഡിസിഷൻ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൽ എടുക്കുന്നതിന് മുന്നേ തന്നെ ഒരുപാട് ഹോംവർക്ക് നിങ്ങളെ കുറിച്ച് തന്നെ ചെയ്യണം.
ഓക്കെ. പിന്നെ നിങ്ങൾ പാർട്ട്ണർ സെലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യൂസ്, നിങ്ങളുടെ ഐഡിയാസ്, നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ, നിങ്ങളുടെ ഗോൾസിനെ മാച്ച് ആക്കുന്ന ഒരാളെ കണ്ടുപിടിക്കണം. എന്നിട്ട് വേണം മാരേജിലേക്ക് എത്താൻ. അതല്ലാതെ ചുമ്മാ ഒരു ടൈം പാസ്, ഓക്കെ എനിക്ക് കുറച്ച് റിലേഷൻഷിപ്പ് വേണം, അതിന് വേണ്ടിയിട്ട് ഒരു കുറച്ച് റിലേഷൻഷിപ്സ്, അത് കഴിഞ്ഞാൽ കല്യാണം കഴിക്കുക, ജസ്റ്റ് ഒരു ടൈം പാസ്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇൻഫ്ലുവൻസ്, അല്ലെങ്കിൽ വാട്ട് എവർ, അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് ദയവ് ചെയ്ത് മാരേജിലേക്ക് പോകാതെ ഇരിക്കുക. കാരണം marriage is the only decision or the situation where other people's lives are involved. അല്ലെ, നമ്മൾ കല്യാണം കഴിക്കുമ്പോൾ നമ്മുടെ ലൈഫിലേക്ക് വേറൊരു പാർട്ട്ണർ വരികയാണ്. കുട്ടികൾ ഉണ്ടാവുമ്പോൾ 2-3 കുട്ടികളുടെയും കൂടി ലൈഫിന് നമ്മൾ ഓരോ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ട സിറ്റുവേഷൻ ആവുകയാണ്. അപ്പൊ നമ്മൾ എടുക്കുന്ന ഓരോ ഡിസിഷൻസിനും ഈ ചുറ്റുമുള്ള ആളുകളെയും നെഗറ്റീവ്ലി പോസിറ്റീവ്ലി ഇമ്പാക്ട് ചെയ്യാൻ, അവരുടെ ജീവിതങ്ങളെ, അവരുടെ വളർച്ചേനെ, അവരുടെ സൈക്കോളജിക്കൽ, മെന്റൽ, ഫിസിക്കൽ എല്ലാ രീതിയിലും നമ്മുടെ തീരുമാനങ്ങളും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പോവുകയാണ്. അതുകൊണ്ടാണ് മാരേജ് എന്നുള്ളത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ മേക്കിംഗ് ആണ്. അത് ജീവിതത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഡിസിഷൻ തന്നെയാണ്. അല്ലാതെ മാരേജ് ഒന്നിന്റെയും അവസാനമല്ല എന്ന്, യെസ് മാരേജ് ഒന്നിന്റെയും അവസാനമല്ല, പക്ഷേ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലൈഫിലെ ഒരു ഡിസിഷൻ മേക്കിംഗ് തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ അതിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അതിനെ വളരെ സീരിയസ് ആയിട്ട് എടുക്കുക തന്നെ വേണം. ഓക്കെ, അത് പുരുഷനായാലും ശരി, സ്ത്രീ ആയാലും ശരി. ഇപ്പോ മാരേജിൽ നമുക്കത് സക്സസ്ഫുൾ ആക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ എല്ലാവർക്കും ഒരു രീതിയിൽ തന്നെ ഒരു മാരേജിനെ കൊണ്ടുപോകാൻ കഴിയണമെന്നില്ല. അപ്പൊ നിങ്ങൾ സ്വയം അനലൈസ് ചെയ്യുക, എനിക്കൊരു പാർട്ട്ണറുടെ ഒപ്പം ഒരുപാട് വർഷം കൊണ്ടുപോകാനുള്ള കപ്പാസിറ്റി ഉണ്ടോ, അതോ എനിക്കൊരു മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പിനെ എൻജോയ് ചെയ്യുന്ന ഒരാളാണോ എന്നൊക്കെ സ്വയം ഒരു വിലയിരുത്തൽ എടുക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അതിനെ സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്യുക. നിങ്ങൾക്ക് അങ്ങനെ ഒരു മാരേജ് എന്നൊരു സീരിയസ് ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ട് യോജിച്ച് പോകാൻ കഴിയുന്ന ഒരു മെന്റാലിറ്റി ഉള്ള ആളല്ല എന്നുണ്ടെങ്കിൽ ഡോണ്ട് ഗോ ഫോർ ഇറ്റ്. അല്ലെ, എന്തിനു മറ്റുള്ളവരുടെ ലൈഫും കൂടി സ്പോയിൽ ആവണം, എസ്പെഷ്യലി ഇഫ് ദി ചിൽഡ്രൻ ആർ ഇൻവോൾവ്. അറ്റ്ലീസ്റ്റ് ഒരു പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ ഒരു അഡൾട്ട് ആയ വ്യക്തിയാണെന്നെങ്കിലും നമുക്ക് കൺസിഡർ ചെയ്യാം. ഈവൻ ദൻ ഇറ്റ് ഇസ് നോട്ട് ഓക്കെ. അല്ലെ, നമ്മളൊരു ഒരു പ്രോമിസ് ഓഫ് എ ലൈഫ് ടൈം കൊടുത്തിട്ട് ഒരാളെ ലൈഫിലേക്ക് കൊണ്ടുവന്നിട്ട് അയാളെ പാതി വഴിയിൽ നമ്മുടെ വേറെ പ്ലഷേഴ്സിന് വേണ്ടിയിട്ട് ഇട്ട് പോകുന്നത് ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസിഷനേ അല്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മാരേജിലേക്ക് കടക്കുന്നതിന് മുന്നേ തന്നെ പറയേണ്ടതായിരുന്നു, എനിക്കൊരു പാർട്ട്ണർ മാത്രമായിട്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ളത്. നിങ്ങൾ മാരേജ് എന്ന ഒരാളിലേക്ക് വരുമ്പോൾ അതിൻ്റെ അർത്ഥം നിങ്ങളൊരു ലൈഫ് ലോങ് എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് എൻ്റെ അഭിപ്രായത്തിൽ വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു സീരിയസ്നെസ് ഏറ്റെടുക്കാൻ പറ്റില്ലെങ്കിൽ ദയവ് ചെയ്ത് അങ്ങനെയുള്ള ഡിസിഷനിലേക്ക് പോകാതെ ഇരിക്കുക. നിങ്ങൾക്ക് എന്താണോ കറക്റ്റ്, വെയിറ്റ് ഫോർ ഇറ്റ്. അല്ല, നിങ്ങൾ 30-ഓ 40-ഓ 50-ഓ എത്ര ഏജ് വരെ നിങ്ങൾക്ക് അങ്ങനെ ഒരു മൈൻഡ് സെറ്റിലേക്ക് വരാം എന്നുണ്ടെങ്കിൽ വെയിറ്റ് ഫോർ ഇറ്റ്, സോർട്ട് ഇറ്റ് ഔട്ട്. നിങ്ങളെ തന്നെ മനസ്സിലാക്കുക ആൻഡ് നിങ്ങൾക്ക് അങ്ങനെയുള്ള പാർട്ട്ണറിനെ ചൂസ് ചെയ്യുക. ഓക്കെ, നമ്മൾ യങ് ഏജിൽ നമുക്ക് ഒരു പക്ഷെ നമ്മളെ തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. നമ്മുടെ കപ്പാസിറ്റി എന്താണ്, നമ്മുടെ ഗോൾസ് എന്താണ്, നമ്മുടെ ഇപ്പോൾ തിങ്സ് ആർ മച്ച് ഡിഫറെന്റ്. ഓക്കെ, ഞാൻ എൻ്റെ യങ് ഡേയ്സിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ലൈക്ക് മേ ബി യങ്സ്റ്റേഴ്സിന് അത്രയും നമുക്ക് ഒരു സെൽഫ് ഇവാലുവേഷൻ ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പില്ലായിരിക്കാം. സോ വെയിറ്റ് ഇറ്റ് ഔട്ട്, കുറച്ച് വെയിറ്റ് ചെയ്യൂ. മേ ബി 25, 30 കുറച്ച് സമയം എടുത്ത് വെയിറ്റ് ചെയ്യൂ. ഐ ഹവ് സീൻ ഈവൻ ഫീമെയിൽസിനെ വരെ ഞാൻ കണ്ടിട്ടുണ്ട് 40 വരെ കല്യാണം കഴിക്കാതെ ഇരുന്നിട്ട് കല്യാണത്തിലേക്ക് പോയി ഒരു സീരിയസ് പ്രോപ്പർ നല്ല റിലേഷൻഷിപ്പിൽ എത്തിപ്പെട്ട ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. സോ അത്രയും ഗ്രോൺ അപ്പ് ആയിട്ടുള്ള ചില റിലേഷൻഷിപ്സ് അവർക്ക് അപ്പോഴായിരിക്കും റൈറ്റ് പാർട്ട്ണറിനെ കിട്ടിയത്, അപ്പോഴായിരിക്കും അവർക്ക് തന്നെ ഒരു സ്വന്തം റിയലൈസേഷൻ ഉണ്ടായത് എനിക്ക് എന്താണ് ലൈഫിൽ വേണ്ടത് എന്നതിനെ കുറിച്ചിട്ട്. അപ്പൊ വെയിറ്റ് ഇറ്റ് ഔട്ട്, എന്നിട്ട് ഇങ്ങനെയുള്ള ഡിസിഷൻസ് എടുക്കൂ. അല്ലാതെ പൊളിറ്റിക്കൽ ആളുകളുടെയോ സെലിബ്രിറ്റീസിന്റെയോ ലൈഫ് കണ്ട് ദയവ് ചെയ്ത് ഇൻഫ്ലുവൻസ് ആകാതെ ഇരിക്കുക. ഇറ്റ്സ് നോട്ട് ഹെൽത്തി അറ്റ് ഓൾ. അപ്പൊ ഇങ്ങനൊരു കാര്യം എന്തായാലും ഇവിടെ പറയണമെന്ന് തോന്നി. ഇതിനോട് അനുബന്ധമായിട്ടുള്ള കുറച്ച് പോയിന്റ്സും കൂടി എൻ്റെ പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ എക്സ്പീരിയൻസസ് നിന്ന് ഒന്ന് ഷെയർ ചെയ്യണം എന്ന് കരുതി. കാരണം ആളുകൾ കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ അബാൻഡൻ ചെയ്യുന്നു, കുട്ടികളെ അബാൻഡൻ ചെയ്യുന്നു, മാരേജിനെ അബാൻഡൻ ചെയ്യുന്നു. അപ്പോൾ ഒരിക്കലും നമ്മൾ ആ കുട്ടികളെ കുറിച്ചിട്ട് അധികം ആളുകൾ ചിന്തിക്കുന്നില്ല. അവരവരുടെ കരിയറിനെ നോക്കി പോകുന്നു. അല്ലെങ്കിൽ ഒരു അമ്മ എന്നുള്ള ആള് കുട്ടികളെ ഇട്ടിട്ട് അവരുടെ കരിയർ നോക്കി പോവാണ്. പക്ഷെ ആ അബാൻഡൻമെന്റ് ഇഷ്യൂ ആ കുട്ടീനെ എങ്ങനെ എല്ലാം സൈക്കോളജിക്കലി മെന്റലി എല്ലാം ഇൻഫ്ലുവൻസ് ആക്കുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ട് ആരും പഠനം നടത്തിയിട്ടില്ല എന്നാണ് എൻ്റെ
എന്താണ് അനാലിസിസ് എന്ന് എനിക്ക് മനസ്സിലായത്. അറ്റ്ലീസ്റ്റ് ഇപ്പൊ എനിക്ക് തോന്നുന്നു ചൈൽഡ് കെയർ സിറ്റുവേഷൻസ് ആൻഡ് സിസ്റ്റംസ് നമ്മുടെ രാജ്യത്തെല്ലാം ഇംപ്ലിമെന്റ് ചെയ്തിട്ട് വരുന്നുണ്ട് എന്ന് തോന്നുന്നു. ഒരു 10-20 years ago അബാൻഡൻ ചെയ്ത കുട്ടികൾ മാത്രമാണ്. വേറെ ആരെങ്കിലും വന്ന് അവരെ സപ്പോർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ഫാദർ ഐ ഡോണ്ട് നോ ടിൽ വാട്ട് എക്സ്റ്റെന്റ് എത്രമാത്രം പ്രോപ്പർ സപ്പോർട്ട് ഒരു അമ്മ എന്നുള്ള നിലയിൽ ഒരു അമ്മേനെ റീപ്ലേസ് ചെയ്യാൻ മാത്രമുള്ള എത്രമാത്രം സോഷ്യൽ അല്ലെങ്കിൽ ഫാമിലി സപ്പോർട്ട് കിട്ടുന്നുണ്ട് എന്ന് എൻ്റെ പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ എക്സ്പീരിയൻസസിൽ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല അധികം. അപ്പൊ ഒരു അമ്മ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമാണ്. അപ്പം കഴിയുന്നതും നിങ്ങളുടെ കുട്ടികളെ അബാൻഡൻ ചെയ്യാതിരിക്കുക. പ്രോപ്പർ സപ്പോർട്ട്, ഈവൻ ഫാദേഴ്സ് ടു an extent, even that's not advisable or is not the right thing for the children. പക്ഷെ ഒരു അമ്മ അബാൻഡൻ ചെയ്തു പോകുന്നത് it's a very serious situation. ഇത് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് ഞാൻ പറയാം. നമ്മൾ HR കൺസൾട്ടൻസ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഹ്യൂമൻ റിസോഴ്സസ് അല്ലെങ്കിൽ ഹ്യൂമൻ പ്രൊഡക്ടിവിറ്റി റിലേറ്റഡ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഒരുപാട് പ്രൊഫഷണൽ ആൻഡ് പേഴ്സണലി ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്കൊരു ജൂനിയർ കൺസൾട്ടൻ്റ് ആയിട്ട് വന്ന ഒരു കുട്ടി, അവർക്ക് എന്തോ കുറേ ഇഷ്യൂസ് വർക്ക് പ്ലേസിൽ ഒരുപാട് അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇന്ത്യയിൽ നിന്ന് നാട്ടിൽ നിന്ന് വന്ന ഒരു കുട്ടിയാണ്. അവർക്ക് വർക്ക് പ്ലേസുമായിട്ട് അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പൊ നമ്മളൊരു കൗൺസിലിങ്ങിന് വേണ്ടി വിളിച്ചപ്പോൾ അപ്പൊ അവര് ഇങ്ങനെ ഓപ്പൺ അപ്പ് ചെയ്ത് പറയാണ് അവർക്ക് ഒരുപാട് ചൈൽഡ്ഹുഡിലെ കുറച്ച് സീരിയസ് ഇഷ്യൂസ് ഫേസ് ചെയ്യേണ്ടി വന്നു, അതുകൊണ്ട് തന്നെ സോഷ്യലി കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. അപ്പൊ എന്താണെന്ന് ചോദിച്ചപ്പോൾ അവരുടെ ചെറുപ്പകാലത്തിൽ അവരുടെ അമ്മ അവരെ അബാൻഡൻ ചെയ്തിട്ട് നെയ്ബറിനെ കല്യാണം ചെയ്തിട്ട് മൂവ് ഓൺ ചെയ്തു, വിച്ച് ഈസ് ഓക്കെ അല്ലെ. നമ്മൾ നോക്കുമ്പോൾ അവരുടെ അമ്മ പോയി, പക്ഷെ ആ കുട്ടീനെ അത് എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഫാദർ അല്ലെ. ഇപ്പൊ ഞാൻ ഈ കുട്ടിയെ കൗൺസിലിംഗ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആസ് എൻ HR കൺസൾട്ടന്റ് ഇവരോട് ഇന്ററാക്ട് ചെയ്യുന്നത് ഒരു 20 years ago ആണ്. അപ്പൊ ഇവരുടെ ചൈൽഡ്ഹുഡ് എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു 40 years മുന്നെയാണ് ഇവരുടെ ചൈൽഡ്ഹുഡ് നടന്നിട്ടുണ്ടായിരിക്കുക. ഒരു 30-40 years മുന്നേ ആയിരിക്കും ഈ സംഭവങ്ങൾ നടന്നിട്ടുണ്ടായിരിക്കുക. അപ്പോൾ ഇവരുടെ ലൈഫിൽ ഇവരുടെ മദർ ഇവരിനെ അബാൻഡൻ ചെയ്തു പോയപ്പോൾ ഇവരുടെ ഫാദറിന് തോന്നിയത് എന്താണെന്നാൽ അമ്മ ഒരുപാട് മൂവീസ് കാണും, പാട്ട് കേൾക്കും, അപ്പൊ അതൊക്കെ എൻജോയ് ചെയ്തിരുന്ന ഒരാളാണ്. അപ്പോൾ ഈ ഫാദർ കൺക്ലൂഡ് ചെയ്തത് ഈ മൂവീസിന്റെ ആൻഡ് സോങ്സിന്റെ ഇൻഫ്ലുവൻസിലാണ് ഈ അമ്മ കുട്ടികളെല്ലാം അബാൻഡൻ ചെയ്തിട്ട് പോകാനുള്ള കാരണം എന്നാണ്. അപ്പൊ അതിനെ കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ റിയാക്ഷൻ ആയിട്ട് ഈ ഫാദർ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് മൂവീസ് ആൻഡ് സോങ്സ് ഫുൾ കട്ട് ചെയ്തു. ഒരു എന്റർടൈൻമെന്റും ഇല്ല. ഇവർ 2 പിള്ളേരാണ്, ഇവർക്ക് ഒരു എന്റർടൈൻമെന്റും ഇല്ല. നോ മൂവീസ്, നോ സോങ്സ്, നോ TV, നത്തിങ്. ഒന്നും കാണിക്കാൻ സമ്മതിക്കില്ല. അപ്പൊ ജസ്റ്റ് പോവാ, പഠിക്കുക, വീട്ടിലേക്ക് വരിക, പഠിക്കുക. അത് മാത്രമേ ഇവരെ ചെയ്യാൻ അനുവദിച്ചിട്ടുള്ളൂ ത്രൂ ഔട്ട് ഹെർ ഗ്രോയിങ് അപ്പ് ഇയേഴ്സ്. അവരെന്നോട് പറഞ്ഞതാണ്. അപ്പൊ ത്രൂ ഔട്ട് എനിക്ക് ഒരു എന്റർടൈൻമെന്റും ഒരു സോഷ്യൽ ഇന്ററാക്ഷനും ഒന്നും ഉണ്ടായിട്ടില്ല. ഐ വാസ് ജസ്റ്റ് ലൈക്ക് അവർ പറഞ്ഞത് ത്രൂ ഔട്ട് അവരുടെ ചൈൽഡ്ഹുഡിലും ഗ്രോയിങ് അപ്പ് ഇയേഴ്സിലും അവർക്ക് ഒരു തരം എന്റർടൈൻമെന്റും കിട്ടിയിട്ടില്ല. കാരണം ഈ അച്ഛന്റെ സിറ്റുവേഷനെ ടാക്കിൾ ചെയ്തത് ഇങ്ങനെയാണ്. അന്നത്തെ കാലത്ത് 30-40 years ago നമുക്ക് ഇത്രയും കൗൺസിലിംഗ് ആൻഡ് സപ്പോർട്ട് സിസ്റ്റംസ് ഒന്നും അവൈലബിൾ ഇല്ല നമുക്ക് ചുറ്റും. അപ്പൊ അയാൾ അങ്ങനെയാണ് അയാളുടെ ട്രോമ അല്ലെങ്കിൽ അയാൾക്ക് കിട്ടിയ ഒരു ബിട്രയലിനെ അയാൾ ഹാൻഡിൽ ചെയ്തത് ഇങ്ങനെയാണ്. ഈ കുട്ടികൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല, തെറ്റ് ചെയ്തത് അമ്മയാണ്. പക്ഷെ പണിഷ്മെന്റ് മൊത്തം കിട്ടിയത് ഈ കുട്ടികൾക്കാണ്. എന്നിട്ട് അപ്പോൾ ഇവരെന്നോട് ചോദിക്കുകയാണ്, എൻ്റെ മാരേജ് കഴിഞ്ഞിട്ട് ഞാൻ ഫസ്റ്റ് വീക്ക് എന്താണ് ചെയ്തിട്ടുണ്ടാവുക അറിയുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഒബ്വിയസ്ലി മാരേജ് കഴിഞ്ഞാൽ എന്താണ് ചെയ്യുക, ഹണിമൂണിന് പോവും, അല്ലാതെ വേറെ എന്ത് ചെയ്യാനാന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഹണിമൂണിന് പോവല്ല ചെയ്തത്, ഞാൻ ഹോൾ ഡേ ആൻഡ് നൈറ്റ്സ് മാക്സിമം TV ഷോസ് ആൻഡ് മൂവീസ് കണ്ട് പാട്ടുകൾ കേൾക്കുകയാണ് ചെയ്തത്. ബിക്കോസ് ത്രൂ ഔട്ട് എ ഗ്രോയിങ് അപ്പ് ഇയേഴ്സ് അവർക്ക് കട്ട് ഓഫ് ചെയ്ത് എന്താണോ അത് അവര് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു, അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രോപ്പർ സോഷ്യൽ ലൈഫിന്റെ ഭാഗമായിട്ട് അത് അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു അവർ എന്നാണ്. അപ്പൊ നമ്മളിങ്ങനെ കുട്ടികളോട് അല്ലെങ്കിൽ മാരേജ് ഇസ് നോട്ട് ദി എൻഡ് ഓഫ് ഇറ്റ്, അല്ലെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് അബാൻഡൻ ചെയ്ത് പോകണം എന്നൊക്കെ ഒരുപാട് സ്ത്രീകൾ പ്രത്യേകിച്ച് നാട്ടിൽ ഇപ്പൊ ഞാൻ കാണുന്ന ഒരു ന്യൂസാണ്, ഒരുപാട് വൈഡ് സ്പ്രെഡ് ആയിട്ട് കാണുന്ന ഒരു ന്യൂസാണ് കുട്ടികളെ അബാൻഡൻ ചെയ്തിട്ട് പോവുക എന്നുള്ളത്. അല്ലെ, മേ ബി ദേശേ ഞങ്ങളുടെ കരിയറിന് വേണ്ടിയിട്ട് വീട്ടിലെ ഉപദ്രവങ്ങൾ കാരണം
അപ്പൊ നിങ്ങൾ ഇട്ടു പോകുന്നത്, നിങ്ങൾ കുറ്റപ്പെടുത്തുന്ന ആളുകളുടെ അടുത്താണ് ഈ കുട്ടികളെ നിങ്ങൾ ഇട്ടു പോകുന്നത് അല്ലേ? സോ വാട്ട് കൈൻഡ് ഓഫ് മദേഴ്സ് അല്ലേ? നമുക്കൊരു സിസ്റ്റം ഇല്ല പ്രോപ്പറായിട്ട് ഈ കുട്ടികളെ ടേക്ക് കെയർ ചെയ്യാൻ. അറ്റ്ലീസ്റ്റ് നൗ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരു സിസ്റ്റംസ് ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. ഇൻ 10, 15, 20 years ago അങ്ങനെ ഒരു സിസ്റ്റംസ് ഉണ്ടായിരുന്നില്ല. അപ്പൊ ആ അബാൻഡൻ ഇഷ്യൂസിന്റെ കോൺസിക്വൻസസ് ഈ കുട്ടികൾ സൊസൈറ്റിയിലെല്ലാം ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? തിങ്ക് ഓഫ് ഒരു സപ്പോർട്ടും കിട്ടാതെ വളരുന്ന ഒരു കുട്ടികളുടെ എന്താണ് ഒരു സോഷ്യൽ ഇമ്പാക്ട്, അല്ലെങ്കിൽ അവർക്ക് തന്നെ ഉണ്ടാകുന്ന സൈക്കോളജിക്കൽ ട്രോമാസ് ഒക്കെ എത്ര മാത്രമായിരിക്കും എന്നുള്ളത്. അപ്പോൾ എനിക്കിവിടെ ഒന്ന് മാത്രമേ പറയാനുള്ളൂ, നിങ്ങൾക്ക് മാരേജ് എന്ന് ഒരു റെസ്പോൺസിബിലിറ്റി, പാരന്റ്ഹുഡ് എന്നൊരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാനുള്ള കപ്പാസിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ ഡോണ്ട് ഗോ ഫോർ ഇറ്റ് അറ്റ് ഓൾ. മറ്റുള്ളവരുടെ ഇൻഫ്ലുവൻസ് കൊണ്ടോ മറ്റുള്ളവർ പറയുന്നത് കൊണ്ടോ ഇങ്ങനെയുള്ള ഡിസിഷൻസ് എടുക്കാതിരിക്കുക. പിന്നെ ഇങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഇല്ലാത്തൊരു റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾ പോയി കഴിഞ്ഞാൽ അതിൽ എന്ത് നടന്നാലും നിങ്ങൾക്ക് അത് പ്രോബ്ലം ആയിരിക്കും. അത് ഓൾറെഡി പ്രീവിയസ് വീഡിയോസിൽ കവർ ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾ ഒരു ഹാപ്പി അല്ലെങ്കിൽ നിങ്ങളൊരു കറക്റ്റ് സെറ്റ് ഓഫ് മൈൻഡ് സെറ്റിൽ അല്ലെങ്കിൽ നിങ്ങളൊരു റിലേഷൻഷിപ്പിലോ നിങ്ങളൊരു പാരന്റ്ഹുഡിലാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ചാലഞ്ചസ് വന്നാലും നിങ്ങൾ പ്രോബ്ലമാറ്റിക് ആയി പോകും. അതെല്ലാം നിങ്ങളൊരു കറക്റ്റ് മൈൻഡ് സെറ്റിലാണെങ്കിൽ പിന്നെ എന്ത് ചാലഞ്ചസ് വന്നാലും യു വിൽ ടാക്കിൾ ഇറ്റ് ഇഫക്റ്റീവ്ലി ആൻഡ് പ്രൊഡക്റ്റീവ്ലി. ഓക്കെ, അപ്പൊ നിങ്ങൾ കറക്റ്റായ തീരുമാനങ്ങൾ എടുക്കുക, നിങ്ങൾ സ്വയം ഒരു വിലയിരുത്തൽ നടത്തുക, നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ കഴിയുമോ എന്നുള്ളത് നിങ്ങളൊരു സ്വയം അനലൈസ് ചെയ്തിട്ട് മുന്നോട്ട് പോകുക. ഓക്കെ, എനിക്ക് ഇത്ര മാത്രമാണ് ഇവിടെ ഷെയർ ചെയ്യണം എന്ന് കരുതിയത്. ആസ് ഓൾവേസ്, thank you for your time here. Until we meet next time. Thank you and bye-bye.